ഇന്നത്തെ വീഡിയോയിൽ റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ റിയൽമി GT5 പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസറോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് റിയൽമി ഫോണാണ് GT5 Pro. നല്ലൊരു അടിപൊളി ബോക്സിംഗിലാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സിം ഇജക്ടർ ടൂള്, ഡോക്യുമെൻറ്റേഷന്, നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു കേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫോൺ കാണാം, നല്ല വലിയൊരു ക്യാമറ അറയോട് കൂടിയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ഫോൺ ജസ്റ്റ് മാറ്റി വെക്കാം. 100 വാട്ടിൻ്റെ സൂപ്പർ വൂഫ് ചാർജറും കൂടെ ഈ ഒരു ബോക്സിൽ അവൈലബിൾ ആണ്. Type A to Type C USB കേബിളും ഉണ്ട്. ബോക്സ് അവിടെ മാറ്റി വെക്കാം. മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. അടിപൊളി ലുക്കിൽ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല കിടിലം ഡിസൈൻ തന്നെയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോടു കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.7 OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു പ്രൈമറി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സെക്കൻഡറി ക്യാമറയായിട്ട് നമുക്ക് ഇതിലൊരു 50 മെഗാ പിക്സലിൻ്റെ വേറൊരു ക്യാമറയും കൂടെ ഉണ്ട്. f2.6 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. 65 mm ആണ്. പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണിത്. OIS സപ്പോർട്ടും ഈ ഒരു ലെൻസിൽ അവൈലബിൾ ആണ്. 2.7x ഒപ്റ്റിക്കൽ സൂം ആണ് ഇതിൽ വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. f2.2 ആണ് ഇതിന്റെ അപ്പർച്ചർ വരുന്നത്. നമുക്കിതിൽ ഡ്യുവൽ LED ഡ്യുവൽ ടോൺ ഫ്ലാഷ് ആണ് വരുന്നത്. പിന്നെ HDR-ന്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ പാനോരമ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8K വീഡിയോ 24 FPS നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ 4K 30 60 FPS ഉണ്ട്. പിന്നെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും കൂടി ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. 32 മെഗാ പിക്സലിന്റെ f2.5 22 mm വൈഡുള്ള ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലും HDR സപ്പോർട്ട് ഉണ്ട്. നമുക്കിപ്പം ഫ്രണ്ട് ക്യാമറയിലും 4K 30 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 144 Hz ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. LTPO ആമലോയ്ഡ് ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷന് ഇതിൽ അവൈലബിൾ ആണ്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 14 സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. റിയൽമി UI 5 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ചിപ്പ് സെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോസസിംഗ് പവർ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. GPUയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Adreno 750 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു അടിപൊളി പ്രോസസറാണ്. 144 Hzന്റെ ഡിസ്പ്ലേയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് നല്ലൊരു കിടിലം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 1TB 16GB RAM വേരിയന്റ് ആണ്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 218 grams ആണ്. ഒരു എക്കോ ലെതർ ഫിനിഷിംഗ് ആണ് നമുക്കിപ്പം ബാക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് രണ്ട് മോഡലുകളിൽ അവൈലബിൾ ആണ്. ഒന്ന് ഒരു എക്കോ ലെതർ ഫിനിഷിംഗ് ഉള്ളതും ഒന്നൊരു ഗ്ലാസ് ഫിനിഷിംഗ് ഉള്ളതാണ്. അലൂമിനിയം ആണ് ഇതിന്റെ ഫ്രെയിം വരുന്നത്. IP64ന്റെ വാട്ടർ പ്രൂഫ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ് പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഡോൾബി അറ്റ്മോസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡ്യുവൽ സ്പീക്കർ ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5400ന്റെ ഒരു മാസീവ് ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ റിയൽമി കൊടുത്തിരിക്കുന്നത്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഫോൺ ഒരു 28 മിനിറ്റ്സിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല 50 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടും ഈ ഒരു ഫോണിലുണ്ട്. ഫോണിൽ നിന്നും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബ്ലാക്ക്, സിൽവർ, ഓറഞ്ച് അങ്ങനെയുള്ള 3 കളറിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. ഫിംഗർ പ്രിന്റ്, ഫേസ് ID അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമുക്കിപ്പം നമ്മുടെ പാം യൂസ് ചെയ്തിട്ടും ഈ ഒരു ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 120x സൂം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ചന്ദ്രനൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് നല്ലൊരു അടിപൊളി ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ഫോട്ടോ എടുത്താൽ കിട്ടുന്നത്. ഈ ഒരു ഫോണിൻ്റെ അടുത്ത ഫോട്ടോസ് ആൻഡ് വീഡിയോസിന്റെ സാമ്പിൾസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്.
ഒരു കിടിലം ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മൾട്ടിമീഡിയ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും അവൈലബിൾ ആകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ചൈനീസ് വേരിയന്റ് ആണ്. ഈ ഒരു ഫോണിന്റെ ഗ്ലോബൽ ലോഞ്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ഇപ്പം ചൈനയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചൈനയുടെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലുള്ള പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 40,000 റുപ്പീസ് ആണ്. 40,000 റേഞ്ചിൽ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്താണെങ്കിൽ നല്ലൊരു കിടിലം ഫോൺ തന്നെയായിരിക്കും ഈ ഒരു ഫോൺ. കാരണം എന്ന് വെച്ചാണെങ്കിൽ വാല്യൂ ഫോർ മണി എന്ത് തന്നെയാലും നൽകുന്നതായിരിക്കും. കാരണം ഇതിന്റെ പ്രോസസ്സർ 8 Gen 3 പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു ഫോൺ റിയൽമിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാണെങ്കിൽ നല്ലൊരു അടിപൊളി ക്യാമറ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടിപൊളി പ്രോസസ്സിംഗ് പവർ ഉണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം അടിപൊളിയായിട്ടുള്ളൊരു ബാറ്ററിയാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിപ്പോൾ ഈ ഒരു ഫോൺ കിട്ടുന്നതാണെങ്കിൽ ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി ഫോൺ.